എങ്ങനെയുണ്ട്? നല്ല സ്ഥലല്ലേ? എവിടെ ഇരിക്കേട്ടാ? എവിടെ ഇരിക്കാൻ തൊക്കെ കസേരല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാട്ടാ, കൊള്ളാം. ഏട്ട റെസ്റ്റോറന്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ നമ്മള് സാധാരണ പോവാറുള്ള റെസ്റ്റോറന്റുകളില്ലേ, ആ അതല്ലത്. ഇത് കൊള്ളാല്ലേ. കായല്, ചീനവല, ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഈ വലിയ വലിയ പണക്കാർ വന്ന് കാറ്റും കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വല്ലതും കഴിച്ചിട്ടൊക്കെ പോണ സ്ഥലമാതേ. കരിമീനൊക്കെ അപ്പപ്പോ പിടിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. ആണോ? പിന്നെ ഞാൻ മുമ്പ് എപ്പോഴോ 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറെ മുമ്പ്. അപ്പൊ എന്നെ കൊണ്ടുവരാത്ത എന്താ? അത് വേറെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ആരോട് വന്നു? ധാരുടെ കൂടെ വരുന്നു, ഞാൻ ഒറ്റയ്ക്ക് വന്നു. പിന്നെ ഒറ്റയ്ക്ക് വന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാലേ, 1/2 മണിക്കൂർ കഴിയും ആരെങ്കിലും ഒരാൾ വന്ന് നോക്കണമെങ്കിൽ. അതാണ് ഇവിടുത്തെ ഒരു ഗമ. ഇനിയൊരു കാര്യം, ഇനി ആളെ ഇങ്ങോട്ട് പെട്ടെന്ന് വരുത്താനുള്ള മാർഗമുണ്ട്. അവര് വിളിക്കൂ? ഇവിടുന്ന് എണീറ്റാ മതി. എണീറ്റ് പോകുന്നതോട് കൂടിയിട്ട് എന്താ എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് വരും. അതിപ്പോ എങ്ങനെ പറയും? പറയുന്നു വേണ്ട, ഇവിടുന്ന് എണീറ്റാ മതിയല്ലോ, മനസ്സിലാവും. എണീറ്റ് നോക്കട്ടെ. എണീറ്റ് നോക്ക്. അയ്യോ പോലെ 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 അതാണ്ടാ. ഞങ്ങള് 15 മിനിറ്റ് ആയാലും ഇവിടെ വന്നിരിക്കൽ തുടങ്ങിയിട്ട്. 15 മിനിറ്റ് ആയോ? പിന്നില്ലേ, ആരിങ്ങോട്ട് വന്നിട്ടേ? ആര് വരും? ആന്താ വരാനിപ്പോ? വരാത്തത് ഞങ്ങളോട് വായിക്കുന്നു. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഇനി എന്താ വേണ്ടിച്ച പറഞ്ഞാ മതി. എന്നാ കഴിക്കാൻ എന്താ? ചോറ് കഴിക്കുന്ന, ചായ കഴിക്കുന്ന. ചോറാ? ആ ചോറ് എങ്ങനെയുണ്ട്? ചോറ് ഏറ്റവും ബെസ്റ്റ് ആണ്. ആണ്? ഇത് എളിശ്ശേരി, പുളിശ്ശേരി, അവിയല്, സാമ്പാർ, കൂട്ടുകറി, വറവ്, ചക്കക്ക് ഉപ്പേരി ഉണ്ടോ, ചക്കക്കുരു, അത് വരെ ഉണ്ട്. എല്ലാം ബെസ്റ്റ്. എന്തിനാന്ന് ഈ ചോറും ചക്കക്കുരുവിന്റെ ഉപ്പേരി തിന്നാണെന്ന് വെച്ചാൽ അത് വീട്ടിലില്ലേ, വേറെന്തെങ്കിലും കഴിച്ചൂടെ? വേറെന്താ? വേറെ എന്താ വേണ്ട? കരിമീനൊക്കെ ഇല്ലേ? കരിമീൻ ഉണ്ടോതാ ഇതെന്ന് കാണുന്നത്? പോയല്ലേ? അതെ അതെ. ഈ പോയിന്ന് പിടിച്ച ഫ്രഷ് കരിമീൻ. ഇനി നിങ്ങൾക്ക് നീല തിമിങ്കലം വേണം, കുഞ്ഞള്, ചെറിയ കുഞ്ഞള്. ഇത് മഴക്കാലത്ത് കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും. അപ്പൊ നമ്മ പിടിച്ച് കൊണ്ടിട്ട് അതിനെ ഫ്രൈ ആക്കും. ബെസ്റ്റ് തിമിങ്കലം. അല്ല, അതിനിപ്പോ വർഷക്കാലം അല്ലല്ലോ. അല്ല, പക്ഷെ തിമിങ്കലം വരുമല്ലോ. അതിന് വേനൽ വർഷമൊന്നും ഇല്ലല്ലോ. കിട്ടുന്ന സാധനം. വേണ്ട വേണ്ട, ആ ബെസ്റ്റ് വേണ്ട. ബെസ്റ്റ് വേണ്ട. പിന്നെ സാറിന് എന്താ വേണ്ട? വേറെന്താ വേണ്ട പറ. വേറെന്താ ഉള്ളത്? ബിരിയാണി. ബിരിയാണി ബെസ്റ്റ്. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഏതാ വേണ്ട? ഒരു കാര്യം ചെയ്യ്, ബീഫിന്റെ റോസ്റ്റ്, ഒരു ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് ബെസ്റ്റ്. ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ, ഭയങ്കര സംഭവം. ബീഫ് റോസ്റ്റ് ഇത് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഒരു 3 വെള്ളപ്പോ. വെള്ളപ്പം ബെസ്റ്റ്. വെള്ളപ്പം അല്ലേ? ഇപ്പോൾ സാധനം. നല്ല നല്ല സാധനം. മാഡത്തിന് എന്താ വേണ്ട പറ. 3 വെള്ളപ്പം. ഫ്രൈഡ് റൈസ് ഉണ്ടാവും? ഫ്രൈഡ് റൈസ് ഉണ്ടോതാ? ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ വെജ് കുറുമ അങ്ങനെ എന്തെങ്കിലും? വെജ് കറി ഉണ്ടാ? വെജ് ഉണ്ട്. വെജ് കറി വെജ്. പിന്നെ എന്താ വേണ്ട? കുടിക്കാൻ വേണ്ട. ഇവിടുത്തെ ഒക്കെ ബെസ്റ്റ് അല്ലേ? ആയിക്കോട്ടെ, ഇത് മതി, ഇത് മതി. പിന്നെ ജ്യൂസ്, ചായ, ജ്യൂസ് ഒന്നും വേണ്ട. നല്ല ബെസ്റ്റ്. പൈനാപ്പിൾ ജ്യൂസ് വേണ്ട. അപ്പൊ ശരി, ഇത് മതി. വേഗം കൊണ്ടുവരണേ. നിങ്ങൾ എന്താ ഭർത്താവെല്ലാം പറഞ്ഞിരുന്നോ? പോയാലും ഉണ്ട്, നോക്കിയിരുന്നോ? രസമല്ലേ? ഭാര്യയും ഭർത്താവോ എന്ത് പറയാൻ. ശരി, ഭാര്യ എന്നല്ലേ? ശരി, നല്ല പാർട്ടിയാണ്. അന്ന് വന്നപ്പോ ഇതേപോലെ വേറൊരാളായിരുന്നു. എന്തായിട്ട് വരാത്തെ? വരും വരും, ഇടയ്ക്ക് മുകളിലേക്ക് നോക്കിക്കോട്ടോ. കക്ക വരുമോ? ഇതെന്താ? കാക്കിലോ നല്ലെണ്ണയാണ്. ബീഫ് റോസ്റ്റ്. അതെ, ആകെ ശരി തന്നെ, എണ്ണ കൂടുതൽ അതില്. പക്ഷെ ബെസ്റ്റ് സാധനമാണ്. അതെ, ബെസ്റ്റ് തന്നെ പറഞ്ഞല്ലോ. ഞാനുണ്ട്. കുഴപ്പമില്ല, കാണിച്ച കുറച്ച് എടുത്തോ. നീ വേണ്ട കേട്ടോ.
ബീഫ് കഴിച്ച ആളുകൾ മരിച്ചു പോകുന്നില്ല. എനിക്ക് വേണ്ടാന്ന്. വേറൊരു കാക്കണ്ട അവിടെ, അയാൾ വരും ഇടയ്ക്ക്. അതാരാ? ഇങ്ങനെ മലയാളിയാണോ? ഇല്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഒറ്റയ്ക്കുള്ളോ? ആള് വന്നില്ല. കഴിക്കുക. ഏട്ടൻ പറഞ്ഞ ആളാണത്. സാർ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അറിഞ്ഞു, ഉണ്ണി പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്. ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്നു. ആ, വൈഫായിരിക്കും അല്ലേ സാർ? വൈഫ് ആദ്യമായിട്ടാണ് അവിടെ? വൈഫ് മുമ്പ് വന്നിട്ടില്ല. എങ്ങനെയുണ്ട് മാഡം ഫുഡ്? മൊയ്തൂസ് ഓപ്പൺ റെസ്റ്റോറൻറ്റിൽ എല്ലാം ബെസ്റ്റാ. എങ്ങനെ ഫുഡ് സാറ്റിസ്ഫൈഡ് അല്ലേ സാർ? കുഴപ്പമില്ല. അതുപോലെ ഇവിടെ വരുന്നവരാരും മോശം പറയാറില്ല മാഡം, എല്ലാം ബെസ്റ്റാ. അതാണ് മൊയ്തൂസ് ഓപ്പൺ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെ. എക്സ്ക്യൂസ് മീ. ഹലോ, മൊയ്തൂസ് ഓപ്പൺ. 18 ബിരിയാണി അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉടനെ എത്തിക്കാം സാർ. ജസ്റ്റ് മിനിറ്റ്. ഉണ്ണി. അതെ. ഫോൺ വന്ന ഭാഗ്യായി. കഴിക്കാൻ സൗകര്യം തരില്ല. അല്ല, കഴിക്കണടുത്ത് വന്ന് ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന ഇങ്ങനെ കഴിക്കുക. ആളുകൾക്ക് അതൊക്കെ ഇഷ്ടമാണേ. ആളുകൾ അങ്ങനെ പൊന്നാരിക്കണതൊക്കെ ഇഷ്ടമാണല്ലോ. സുഖറേ, ഒരു 10 കിലോ ബീഫും കരിമീൻ കിട്ടിയെങ്കിൽ കുറച്ച് കരിമീൻ കൊണ്ടിട്ടോ. കരിമീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ വൈകുന്നേരം കൊണ്ട് എത്തിച്ചോ. ശരി. എങ്ങനെയുണ്ട് മാഡം ഫുഡൊക്കെ? താങ്ക് യു. ഇപ്പൊ എന്താ മറ്റേ കുട്ടികളൊന്നും കാണാനില്ലല്ലോ? കുട്ടികള് ഇവിടെ പോലീസ് വന്നിട്ടൊന്ന് അലമ്പാക്കി. കുട്ടികൾ ഇവിടെ ഭക്ഷണം കഴിച്ച് ഇരുന്നിട്ടേ പിന്നെ ഭയങ്കര സ്വരവർച്ചൽ ഇവിടുന്ന് പോണില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നിയേ. ഞങ്ങള് നോക്കണ്ടാണ്. നോക്കണ്ടെന്ന് പറഞ്ഞപ്പോ കായലോരല്ലേ ഇവിടെ വന്ന് കുത്തിരിക്കണ ആർക്കും പ്രേമിക്കാൻ തോന്നിപ്പോ. ഞമ്മക്കും തോന്നുന്നുണ്ട് ഇപ്പൊ. ശരി ശരി, നല്ല നീ വരീട്ടോ. ഓക്കെ. മണ്ടു, അതാ പിന്നെയും കൊണ്ടുവന്നു ആ ഗുളിക. ഇതിപ്പോ കഴിച്ചല്ലുള്ളൂ കുറച്ചു മുമ്പ്. ഏട്ടാ, ഒരെണ്ണം കഴിച്ചാൽ മാറില്ല ഏട്ടാ. ഇത് കഴിച്ചിട്ട് 2 മണിക്കൂറായിട്ടില്ലല്ലോ മണ്ടു. ഇനി എന്തിനാ അത് കഴിക്കണത്? അത് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഏട്ടാ, വയറ്റിൽ എന്തോ ദഹിക്കാതെ കിടക്കണ്ട, അതാണ് ഈ അസ്വസ്ഥത. ഇനി ഒന്നും പോവാൻ ബാക്കില്ല, കുടലടക്കം പോയി കിടക്കണം. ഇപ്പൊ വേദന ഉണ്ടോ? ഇവിടെയാണോ വേദന? ഉണ്ടോ ഇവിടെ? കണ്ട, അവിടെ എന്തോ കേട് കിടക്കണ്ട, അതാണ്. എന്നാ പിന്നെ ഇത്തിരി വെള്ളമൊന്നും വേണ്ടാന്ന്. എന്നാ കുറച്ച് കഞ്ഞി. അയ്യോ, ഇത് വേദനയാണോ? അയ്യോ, ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കാന്നാ. എന്നിട്ടെന്താ എനിക്ക് വരാ ഒരു വോക്കൂസില്? ഏട്ടാ, അതല്ല, ഡോക്ടറെ പോയി കാണാന്ന്. ഏതെങ്കിലും വണ്ടി വിളിക്കാൻ ഞാൻ. വണ്ടി വിളിക്കട്ടെ? എന്നാ വിളിച്ചോ. ഇത്തിരി വെള്ളം കുടിച്ചിട്ടിരിക്കെ. ഞാൻ പോയി റെഡിയാവാ. ഏട്ടാ, എന്ത് പേടിച്ചിരിക്കണേ? പേടിച്ച് എന്ത് പേടി? പിന്നെന്താ മുഖം ഇങ്ങനെ ഇരിക്കണേ? അല്ല, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അസുഖമൊന്നുമില്ല ഇപ്പൊ. എന്നാ പിന്നെ ഡോക്ടർ വരുമ്പോ നമുക്ക് ചോദിക്കാൻ വീട്ടിൽ പോട്ടേന്ന്. അതെന്നാലും എന്താ ഇപ്പൊ ഇങ്ങനെ വന്നത് എന്നുള്ളത് മനസ്സിലാവണില്ല. ഇപ്പൊ കുഴപ്പമില്ല ഡോക്ടറെ, ആശ്വാസമുണ്ട്. ക്ഷീണൊക്കെ വിട്ടു. ഏട്ടനാണെങ്കിൽ വെറുതെ ഒരു ടെൻഷനാണ്. അല്ല, എന്താ അങ്ങനെ വന്നേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ദഹനം ബന്ധപ്പെട്ടുള്ള അസുഖമാണ്. അതന്നെയാണല്ലേ? ഫുഡ് പോയ്സൺ ആണ്. ഈ ഫുഡ് പോയ്സൺ എന്ന് പറഞ്ഞാൽ ആള് മരിക്കാൻ വരെ സാധ്യതയുള്ള സാധനമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല കേട്ടോ. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങള് മറ്റേ ഇത് ബീഫ് കഴിച്ചു എന്നല്ലേ പറഞ്ഞത്? വേറെ ഒന്നും അതല്ലാതെ നിങ്ങൾക്ക് ധാരണയിലൊന്നും ഇല്ലല്ലോ. വേറെ ഒന്നും കഴിച്ചില്ല. അപ്പൊ എന്നാ അത് പഴകിയ ബീഫാണ്. പഴകിയ ബീഫ്
നിങ്ങൾ ഒന്നാമത്തെ നമ്മൾ ഈ വീട്ടിൽ സാധനങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും അത് ചൂടാക്കി പിന്നെയും ഈ പഴകിയത് പിന്നെയും ചൂടാക്കി അങ്ങനെ 2-3 ദിവസമൊക്കെ തിന്നുമ്പോഴാണ് ഈ അസുഖം വരുന്നതേ. അല്ല ഡോക്ടർ, ഞാൻ കൊടുത്തല്ല, ഇത് ഹോട്ടലിൽ നിന്ന് വെച്ചാ. ആ ഹോട്ടലിൽ നിന്ന് വെച്ചാ ശരി. ഏത് ഹോട്ടലായിരുന്നു? എന്തെന്താ മൊയ്തൂസ് ഓപ്പൺ കിച്ചൺ. ആ അത് ഇപ്പൊ പുതിയത് വന്നത്. ഹോട്ടലൊക്കെ അത് കാണാൻ നല്ല ഭംഗിയുള്ള ഹോട്ടലൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഭക്ഷണം നാശായ പോയില്ലേ കാര്യം. ഹോട്ടൽ എല്ലാതും മോശമായിട്ടല്ല, നല്ല ഇഷ്ടം പോലെ ഹോട്ടലുകൾ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ അതിന്റെ ഉള്ളിലൊന്നും കയറി നോക്കാൻ പറ്റില്ല. അവര് തരഞ്ഞു കഴിക്കാന്നല്ല. അതല്ലേ ശ്രദ്ധിക്കണേ. അതെ, അപ്പൊ ശരിക്കും ഈ അസുഖം വന്നത് ആ ബീഫ് കഴിച്ചിട്ട് തന്നെയാണ്. അത് സംശയമില്ല. വേറെ ഒരു ഭക്ഷണത്തിന്റെ ഇതും ഇതിൽ കാണാനില്ല. അത് ബീഫ്, ആ പഴകിയ ബീഫാണ്. ഏട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പൊ ഇന്ന് പോവാല്ലേ? ഓ പിന്നെന്താ, പോവാലോ. അതിനെന്താ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാന്ന്. കുഴപ്പമൊന്നുമില്ല. പോവാൻ പറ്റേ. ഡോക്ടറെ, എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഒരു പൂർണ്ണമായിട്ട് സുഖമായി എന്ന് പറയാൻ വയ്യ. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇവിടെ തങ്ങിയിട്ട് നാളെ എങ്ങാനും ഡിസ്ചാർജ് ആയിട്ട് പോയാലും മതി. ഓ മതി, നിങ്ങൾക്ക് വേറെ പ്രയാസമൊന്നുമില്ലല്ലോ. ഇല്ല, വേറെ പ്രയാസമൊന്നുമില്ല. അല്ല തങ്ങണെങ്കിൽ തങ്ങ. അതിനെന്താണ്? ക്ഷീണാണ്ട് വിട്ടിട്ടില്ല. ആണോ? ഓ അത് ശരി. എന്നാ തങ്ങിക്കോളി, ഒരു ദിവസം കൂടി നിന്നിട്ട് പോവാ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആശുപത്രിയുടെ ഇവിടെ ഗാർഡനൊക്കെ ഉണ്ട്. ഇതിന്റെ പുറകിലേക്ക് പോയോ? ഇല്ല, അവിടേക്കൊന്നും പോയില്ല. അപ്പൊ പോകണ്ടല്ലേ, ഇവിടുന്ന് പൂല. പിന്നെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളി. വേണമെങ്കിൽ ഒരു ട്രിപ്പും കൂടി ഒക്കെ ഇടാ. കാരണം എന്താ വെച്ചാലേ ആ ക്ഷീണം വേണമെങ്കിൽ ജലാംശം ശരീരത്തിൽ ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇപ്പൊ ഇതിന് മുമ്പ് ഇങ്ങനെ ആശുപത്രിയിൽ വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് കിടന്നിട്ടൊന്നുമില്ല. ആശുപത്രിയിൽ കിടന്നിട്ടില്ല? ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടില്ല. ഇതുവരെ കിടന്നിട്ടില്ല? ഇല്ല, ആദ്യം. അത് ശരി. ഇപ്പൊ എത്ര ഏജ്? 40-40 വയസ്സായി. അത് ശരി, മഹാത്ഭുതമാണല്ലോ. അപ്പൊ എന്തായാലും നമ്മളിവിടെ വന്നതാണ്. അപ്പോ ഒരു ദിവസം കൂടി ഇവിടെ തങ്ങിയ തിരക്കില്ല തോന്നുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ആകെ ഈച്ചൊക്കെ ഉണ്ട്. ഈ ചക്കര മാങ്ങടൊക്കെ കാലായ കാരണേ പരിസരത്തൊക്കെ ഉണ്ട്. അവിടെയും കാണും. അവിടെ നമുക്കൊരു നല്ല റൂം കിട്ടില്ലേ, AC ഒക്കെ ഉള്ളത്, TV ഒക്കെ കാണാൻ പറ്റും. ഉണ്ടല്ലോ. ഇവിടെ ഡീലക്സ് റൂം ഉണ്ട്. അത് ബുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ ആ ഡീലക്സ് റൂമിലേക്ക് ഒന്ന് മാറ്റുക. എന്നാ ഇപ്പൊ തന്നെ നമുക്ക് റൂം ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ചെയ്യാം. ഓ ആയിക്കോട്ടെ. ഞാനൊക്കെ പറഞ്ഞ അറേഞ്ച് ചെയ്യാം. ഓ ആയിക്കോട്ടെ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. വലിയ ഉപകാരം. ഏട്ടനെന്താ എന്ത് വീട്ടിൽ പോയിക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെന്തിനാ ഇവിടെ നിക്കണേ? ഒരു ദിവസം നമ്മളിവിടെ നിൽക്കുന്നു, AC റൂമിലൊക്കെ TV ഒക്കെ കണ്ട് ഇവിടെ കിടക്കുന്നു. അതന്നെ, എന്താ പോലും കുഴപ്പം? ഇത് ടൂർ വന്നാണോ? ടൂർ വന്ന പോലെ തന്നെ. പ്രമേയത്തെ പ്രതികൂലിക്കുന്നവർ കൈ ഉയർത്തുക. അയ്യോ, നിനക്കത് ചിരി വരില്ല? ഒന്ന് ഓഫ് ചെയ്തേട്ടാ. അത് എന്താ നിനക്ക്? അത് തന്നെ ഞാൻ ചോദിക്കണ. ഏട്ടന് എന്താണ് ഈ ഡീലക്സ് റൂമൊക്കെ എടുക്കേണ്ട ആവശ്യം എന്താ? എന്താ ഒരു പ്രശ്നം? നമ്മൾ ആശുപത്രിയിൽ വന്നതല്ലേ? അതെ, ആശുപത്രിയിൽ വന്നിട്ട് ഈ AC TV ഒക്കെ എന്തിനാന്ന്? ഇപ്പൊ നീ പറയണത് നമ്മളവിടെ വാർഡിൽ കിടന്നിട്ട് കൊതുകടി കൊള്ളണമെന്നാണ്. ഏട്ടനൊരു വയറുവേനല്ലേ വന്നേ? വയറുവേന. അതിന് വാർഡിൽ കിടന്നാ പോരായിരുന്നോ? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കല്ലേ. ഇതിനാ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇപ്പൊ വയറുവേന മാറിയാ? ഇപ്പൊ വയറുവേദന മാറി. എന്നാ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോരായിട്ടില്ല, വേറെ കുറച്ച് ടെസ്റ്റുകളും കൂടെ ചെയ്യാണ്ട്. എന്തിന്? അതിന്റെ ആവശ്യമുണ്ടെന്ന്. എന്തെന്നാണ്? ഞാൻ ആ PROനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ വരട്ടെ. അയാള് വരുമ്പോ ഒന്ന് ചോദിക്കും, ഇവിടെ തലയ്ക്ക് സുഖമില്ലാത്തവരെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടോ? അങ്ങനെയാണ്. വരൂ സാറേ, വരൂ. നമസ്കാരം. എന്താ കാണുന്നു? വല്ല അസൗകര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, ഒരസൗകര്യമില്ല. കംപ്ലൈൻസ് ഒന്നുമില്ല? ഒന്നുമില്ല, സുഖാണ് ഇവിടെ. ഇവിടെ പരമ സുഖ. അതെന്താന്നറിയോ, എപ്പ വീട്ടിൽ പോവാന്ന് അറിയാൻ വേണ്ടി. അല്ല, അതിപ്പോ ഞാനല്ലോ പറയണ്ടത്. നിങ്ങൾ ആരെ ട്രീറ്റ് ചെയ്യുന്നത്? കോയ ഡോക്ടറാണ്. അപ്പൊ എന്തിനാ വന്നത്? എന്താ അസുഖം? എന്താ? ഫുഡ് പോയിസൺ ആണ്. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ വേണമെങ്കിൽ ഒന്നുകൂടി കിടന്നിട്ട് നാളെയോ എപ്പോഴാ പോവാന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ലല്ലോ, നാളെ ഡിസ്ചാർജ് ആവും. അപ്പൊ പോകോളും. പക്ഷെ അതല്ല എന്താ അറിയോ, പിന്നെ എനിക്ക് 1-2 ടെസ്റ്റുകൾ ചെയ്താൽ കൊള്ളാന്നുണ്ട്. അല്ല, അത് അങ്ങനെ വേണമെങ്കിൽ ഡോക്ടർ പറയുമല്ലോ. അതെ, ഡോക്ടറൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പ്രശ്നമൊന്നും ഇല്ലാതാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഈ ഹാർട്ടിന്റെ ഒരു ടെസ്റ്റ് വേണം, പിന്നെ കിഡ്നിയുടെ ഒരു ടെസ്റ്റ് ചെയ്യണം,
പറ്റുമെങ്കിൽ തലയുടെ എങ്ങനെ നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു അല്ല അത് നമുക്കിപ്പോ നമ്മുടെ ശരീരം നന്നായിരിക്കണമെങ്കിൽ നോക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. തലയുടെയാണ് അത്യാവശ്യമായിട്ട് നോക്കേണ്ടത്. അത് നോക്കണം കുഴപ്പമൊന്നുമില്ല. അത് നമ്മള് ബില്ലടച്ചു കഴിഞ്ഞാൽ ലാബിൽ നിന്ന് ചെക്ക് ചെയ്യാമല്ലോ. പക്ഷെ അത് നമ്മുടെ ഒരു നിർബന്ധത്തിന് വേണ്ടി നോക്കിയതാണ് എന്നുള്ളത് വരരുത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്തത് എന്നുള്ളത് അതിനകത്ത് വരണം. അത്രേ ഉള്ളൂ. സാധാരണ പറയാൻ പാടില്ല, എന്നാലും ഞാൻ ഇപ്പോ സത്യശീലനെ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ തന്നെ ഡോക്ടറോട് കാര്യം പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം മൂത്രം പോകുന്നില്ല, ഇവിടെ ഭയങ്കര കടച്ചിലാണ് സാർ, കിഡ്നിക്ക് എന്തോ പ്രശ്നം ഉണ്ടോ തോന്നുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോ കിഡ്നി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോയ് സാർ അത് എഴുതി തരും. അപ്പൊ ഈ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം വയറ് വീർക്കുന്നതിന് ശേഷം ശ്വാസം ശരിക്കും വലിച്ചാൽ കിട്ടുന്നില്ല, നെഞ്ചിടിപ്പ് കൂടണു, അതുകൊണ്ട് എനിക്ക് ആർട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ടെസ്റ്റ് എഴുതി തരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങണു, കണ്ണ് മഞ്ഞളിക്കുന്നു, തലയ്ക്കൊരു പെരുപ്പ്, അതുകൊണ്ട് എന്തോ എന്റെ തലയ്ക്ക് പ്രശ്നമുണ്ട് സാറേ എന്ന് പറയുമ്പോ ഒന്ന് സ്കാൻ ചെയ്യാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ അത് എഴുതി തരും. അതെ, അതിന് ബുദ്ധിമുട്ടില്ല. ഇല്ലില്ല. അപ്പൊ അത് എഴുതി തരുമ്പോ ബില്ലടയ്ക്കുക, നമ്മളെല്ലാ ടെസ്റ്റും നടത്തുക, നമുക്കൊരു അസുഖം ഇല്ലാതെ ബോധ്യപ്പെടുക, സന്തോഷമായിട്ട് തിരിച്ചു പോവാം. അല്ല പിന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ടെസ്റ്റുകൾ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്തു തരണല്ലോ. അതെ. അല്ല ഈ കാശില്ലാത്തതുകൊണ്ടാണ് പലരും അത് ചെയ്യാത്തത്. നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം. എല്ലാ ടെസ്റ്റും നടത്തുന്നത് നല്ല. അതുപോലെ വൈഫിന് നമുക്കൊരു മൊത്തത്തിലൊരു നോക്കുന്നത് നല്ലതല്ലേ? ചെക്ക് ചെയ്യാം. ചെയ്യാൻ വേണ്ട, എനിക്കൊന്നും വേണ്ട. അത് നിങ്ങളുടെ സൗകര്യം വിളിച്ചു. ആയിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ ഓക്കെ. ശരി. വേറെ ഭക്ഷണം ക്യാൻറ്റീനിൽ പറഞ്ഞാൽ ഇവിടെ എത്തിക്കും. അതൊക്കെ അവര് കൊണ്ടുത്തരാണല്ലോ. ശരി. അപ്പൊ പോയി കാണാം. നിങ്ങൾക്ക് എന്താണ് ഞാൻ ഒന്നുകൂടെ ഞാൻ ചോദിക്കാം. ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരാവശ്യമില്ലാത്ത കാര്യമില്ല. ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എന്തിനാണ് പൈസ കളയണേ? കുട്ടി ഇത് ചെയ്ത് നോക്കിയാലല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയൂ. ഏതായാലും ഇവിടെ വന്നതാണ്, അപ്പൊ അതും കൂടെ ചെയ്ത് നോക്കിയാൽ എന്താ കുഴപ്പം?